ചേച്ചി നമസ്കാരം. നമസ്കാരം. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എന്റെ വക അങ്ങോട്ടും. അതെ, ഹാപ്പി വിഷു. എന്തൊക്കെയാണ് ചേച്ചി വിഷു ആഘോഷങ്ങളൊക്കെ എവിടെ വരെ എത്തി? കുടുംബത്തോടൊപ്പം ആണോ ആഘോഷം? പുതിയ പ്രൊജക്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം വിഷുവിന്റെ ഒരു ആഘോഷത്തിന്റെ ഒരു കളർ ഉണ്ടല്ലോ, അത് തിരുവനന്തപുരത്ത് ഇല്ല. ഇല്ല. എവിടെയാണ്? തൃശ്ശൂരാണെങ്കിൽ നമ്മൾ കണി വെക്കും, അതുകൂടാണ്ട് നാട്ടുകാരുടെ വക കണി ഉണ്ടാവും. എൻ്റെ ഓർമ്മ വയ്ക്കണ കാലം തൊട്ട് അങ്ങനെയുള്ള ഒരു കണി കാണലുണ്ട്. ആദ്യം പക്ഷേ ഞങ്ങൾ അമ്മ ഒരുക്കിയിട്ടുള്ള കണിയാണ് കാണാറ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മയില്ല അച്ഛനും ഇല്ല, നമ്മൾ കുട്ടികൾ എന്താ പറയുക മുതിർന്നവരായി ഇപ്പം. അപ്പം നമ്മൾ തന്നെ കണി ഒരുക്കും, എന്നിട്ട് മറ്റുള്ളവരെ കണ്ണു പൊത്തിക്കൊണ്ട് കാണിക്കും. അതാണ് അതൊരു വലിയ എന്താ പറയുക വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയുക ഓർമ്മയും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. ഇപ്രാവശ്യവും കുടുംബത്തിനൊപ്പം തന്നെയാണ് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ. അങ്ങനെ തന്നെയുള്ളൂ. പുതിയ പ്രൊജക്ടുകളൊക്കെ ഏതൊക്കെയാണ്? പുതിയ പ്രോജക്റ്റ് എന്ന് പറയാൻ ഇപ്പോൾ പുതിയതായിട്ടൊരു ബ്ലാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്നു. അതിപ്പോൾ ഈ അടുത്ത് തന്നെ ഇറങ്ങും. അതിലൊരു തരക്കെട്ടില്ലാത്തൊരു പാട്ടാണ്. ഇറങ്ങുമ്പോൾ അറിയാം. പിന്നെ എൻ്റെ ഓരോ ഓൺ കോമ്പോസിഷൻസ് ആണ്. പ്രോജക്റ്റ് ഇങ്ങനെ അതെ അതിങ്ങനെ ഓൺ ഗോയിങ് ആണ്. അതിനുള്ള ഫണ്ട് വരണം. ആദ്യം ഫണ്ട് ഇല്ലാണ്ടൊരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കുറേയൊക്കെ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കി വെക്കും. പക്ഷെ അതിനൊരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് പൈസ ഇറക്കിയാലേ എല്ലാം നല്ല വൃത്തിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് പലതും പെൻഡിങ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ നല്ലൊരു വിഷുപ്പാട്ട് കേട്ടാലോ? ഏതായിരിക്കും? വിഷു ആകുമ്പോ വിഷുക്കാലാവുമ്പോ ആദ്യം മനസ്സിലേക്ക് എനിക്ക് ആദ്യം ഓടി വരുന്നത് കണി കാണും നേരം എന്നുള്ളതാണ്. എല്ലാരും മലയാളികളുടെ പ്രിയപ്പെട്ട. അതെ, എനിക്ക് അത് ഭയങ്കര ഇഷ്ടം. നമുക്ക് വേണ്ടി ഒന്ന് പാടാം. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുകിലേനെന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോരുണ്ണി കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് പുഷ്പവതി എന്നുള്ളൊരു പേര് ഈ രജിസ്റ്റർ ആയത് ഈ ഒരു അടുത്ത കാലത്താണ്. പ്രത്യേകിച്ച് ആ ഒരു വിവാദവും കാര്യങ്ങളൊക്കെ വരുന്നു. അതിലൂടെ മലയാളികൾ കൂടുതൽ ആ ഒരു പേര് അങ്ങ് രജിസ്റ്റർ ആയി. അപ്പൊ ആ ഒരു വിവാദം വേണ്ടി വന്നോ അങ്ങനെ ഒരു പേര് രജിസ്റ്റർ ആവാൻ? അതില് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് സാമൂഹികമായിട്ടുള്ളൊരു വിഷയമാണ്. അതായത് നമ്മളെത്ര നന്നായി പാടുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല അവസരങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിനൊക്കെ അതായത് പാട്ട് കാണുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയപ്പോൾ വിഷ്വലി പാട്ട് കാണുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയപ്പോൾ പണ്ടെന്ന് വെച്ചാൽ നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയാലേ കാണുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. എവിടെയാണെങ്കിലും നമുക്ക് ഏത് ഡിവൈസിൽ വേണമെങ്കിലും നമുക്ക് പാട്ട് കണ്ട് കേൾക്കാം. അത് മാത്രമല്ല പാട്ട് കാണുക എന്നുള്ള ഒരു കൾച്ചറിലേക്ക് മാറിയപ്പോൾ ആളുകൾക്ക് കാണാൻ സൗന്ദര്യമുള്ള എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു. അപ്പോൾ നല്ല സൗന്ദര്യമുള്ള സിംഗേഴ്സ് വരുമ്പോ അവർക്ക് കൂടുതൽ പ്രിഫറൻസ് കിട്ടും. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരുപാട് ഇപ്പൊ ചെമ്പാവൻ, കുന്നല്ലും ചോറോ അടക്കം എല്ലാവരും മലയാളി സ്ഥിരം കേൾക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരാളാണ് പാടിയത് എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ആ ഒരു വിവാദത്തോട് കൂടിയിട്ടാണ് പുള്ളി അത് പറഞ്ഞത്. പുള്ളി നെഗറ്റീവാണ് പറഞ്ഞതെങ്കിൽ പോലും നമ്മുടെ നിലപാട് കൊണ്ട് എനിക്കത് പോസിറ്റീവായിട്ട് തോന്നുന്നു. അതെ. വീണ്ടും പാട്ടിലേക്ക് വരികയാണെങ്കിൽ ഏതായിരിക്കും ഒരു ഫേവറേറ്റ് പാട്ട്? നമുക്ക് ഒന്നുകൂടി ഇപ്പൊ സുലേഖ മൻസിലിന്റെ പാട്ടൊക്കെ ഭയങ്കര രീതിയിൽ ഇപ്പൊ ജെൻസി കുട്ടികളെ വരെ ഏത് ആഘോഷത്തിനും ഒപ്പം കൂട്ടുന്ന ഒരു പാട്ടാണ്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കാൻ പറ്റുമോ? പടയാളികളായിരമായിരമായി സമരോത്സുകരായി പടയോടിയ പാവന ഭൂമിക താണ്ടിയ സംഹിതയാ പല കൽപ്പനകൾ കവികൾ പണിതിട്ടൊരു സംഭവമാ പല പാമര മാനവ മാനസ സങ്കട സംഗതിയാ ചിന്തപ്പൂന്തോട്ടത്തെ ചന്തത്തിനാളെ ശങ്കപ്പൂമ്പാറ്റ് തെന്നിപ്പാറല്ലേ നിൻ ചിറകടി സിൽസിലയാലേ മധുപൊടിയണ്ട പനിമലരാകെ പൂമ്പൊടി തരി ചിന്തണ് പൂങ്കവൾ ചോക്കണ് പൂതികളായിരം പൂവിതളാകണ് പൂത്ത നിക്കണ് പാട്ടുപാടണ് മോഹത്തോടെ
തൻ മനതിലെ മണിയറയാകെ നിറമലരണി വർണ്ണനയാലെ സുപ്രിയ രസപദനി സരിഗമ പദര സരതമതിരുലകമേ അത് മോടി സുവർക്കത്തിങ്കലെത്തിപ്പെട്ടയത്തേമിനാളെ ഹാലേതാ ഹാലെ നിന്നെ കണ്ടാലാകെ ആലാകെ മാറുന്നേ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ. ഈ പുതിയ പിള്ളേരുടെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ഈ നമ്മുടെ ഹനാൻഷാനെ പോലെയുള്ള വേടനെ പോലെയുള്ള ദബ്സി ബേബിജി ഒക്കെ പോലെയുള്ള പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? വരികൾ ശ്രദ്ധിക്കാറുണ്ട്. ഉണ്ട്. വരികള് നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മൾ ചില വരികൾ നമ്മൾ അറിയാണ്ട് ശ്രദ്ധിച്ചു പോകും. വേടന്റെ ഒക്കെ വരികൾ അങ്ങനെയാണ്. മ്യൂസിക്കലി എനിക്ക് അത്ര ഒരു എന്താ പറയാ, മ്യൂസിക് എന്ന് പറയുമ്പോൾ സംഗീതം തന്നെയാണല്ലോ അല്ലേ? പ്രത്യേകിച്ച് വേടന്റെ ഒക്കെ വരികൾ ഭയങ്കര പൊളിറ്റിക്കലാണ്. അപ്പൊ ജെൻസി കുട്ടികളെയൊക്കെ സംബന്ധിച്ച് വലിയ ആഘോഷമാണ് വേടന്റെ വരികൾക്കും വേണ്ട പൊളിറ്റിക്സിനൊക്കെ ഭയങ്കര ആഘോഷമാണല്ലോ. വേടൻ ഒരു ഒറ്റപ്പെട്ട ആഘോഷമാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ആ ഒരു പോലെ അങ്ങനെ ക്രൗഡ് പുള്ളിങ് ഉള്ള ഒരു ഗായകർ ഇപ്പൊ കേരളത്തിലില്ല എന്ന് പറഞ്ഞ പോലെ ഉണ്ടോ വെച്ചാ ആയിരിക്കും. പക്ഷെ ഇത്തരം ഒരു പൊളിറ്റിക്സ് ഒക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ ഇത്ര അധികം ആളുകൾ വരുന്നു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ അത്തരം പാട്ടുകളൊക്കെ ഉണ്ടാവണം. ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ പറഞ്ഞ പോലത്തെ, അല്ലെങ്കിൽ ആണ്ണാറക്കണ്ണൻ, ഇങ്ങനെയൊക്കെ ഉള്ള വരികളൊക്കെ അല്ലേ. അന്നൊക്കെ വേറിട്ട് ഒരു ദ്രാവിഡ കൾച്ചറിലുള്ള പാട്ടുകൾ വരട്ടെ. ദളിത് പൊളിറ്റിക്സ് പറയുന്ന പാട്ട്. ദളിത് എന്നല്ല, ദ്രാവിഡ കൾച്ചർ. നമ്മളൊക്കെ ദ്രാവിഡരാണ്. അപ്പൊ ആ ദ്രാവിഡ കൾച്ചറിലുള്ള പാട്ടുകൾ വരട്ടെ. ഈ പറഞ്ഞ പോലെ എല്ലാ പദങ്ങളും ഈ പറഞ്ഞ പോലെ ഒരു സവർണ കാഴ്ചപ്പാടില് ഒന്ന് ഉയർന്നു വരുന്ന വരികൾ. അവര് തന്നെ അറിയുന്നില്ല അതിലൊരു സവർണത ഉണ്ടെന്നുള്ളത്. ഇപ്പോ പറഞ്ഞാൽ നമ്മള് പൊളിറ്റിക്കലി കറക്റ്റ്നെസ് ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി ആളുകൾ ഇടപെട്ട് തുടങ്ങിയപ്പോഴൊക്കെയാണ്. നമ്മൾ അറിയാതെ തന്നെ പല വാക്കുകളും, സിനിമയിൽ തന്നെ പ്രയോഗിക്കുന്ന പല വാക്കുകളും ദളിത് വിരുദ്ധതയുണ്ട്, മനുഷ്യവിരുദ്ധതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേയൊക്കെ ശ്രദ്ധിക്കുന്ന വരികളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലതാ. പിന്നെ എപ്പോഴും ഈ അണ്ണാറക്കണ്ണൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ വരികൾ എന്തിനാ നീ? അപ്പോൾ പുതിയ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഒക്കെ ഉണ്ടാവട്ടെ. ഭയങ്കരമായി. അതെ, അതിനൊന്നും സംഗീതം പലതരത്തിലുണ്ട്. എല്ലാ തരത്തിലുള്ളത് നമുക്ക് ആസ്വദിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ എന്റെയൊക്കെ ഒരു ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാല്, പാട്ടിൽ ഞാൻ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ ഇന്ത്യൻ മ്യൂസിക് ആണെങ്കിൽ ഗസൽസ്, അതുപോലെ ഹിന്ദുസ്ഥാനി ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, ഇതൊക്കെയാണ്. കർണാട്ടിക് ഇഷ്ടമാണെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഹിന്ദുസ്ഥാനി ഇഷ്ടം. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, അത് വരികളെക്കാളും സൂക്ഷ്മമാണ് സംഗീതം. അക്ഷരങ്ങളെക്കാളും സൂക്ഷ്മമാണ് സത്യത്തില് മ്യൂസിക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ മ്യൂസിക്കാ ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് ഒരു പാട്ട് പാടി അവസാനിപ്പിക്കാവുന്നത്. ആയിക്കോട്ടെ. നൃത്തഗീതികളെന്നും ഉണരുന്ന വേദിയിൽ തൃഷ്ണമിഴികളിതാ തേടുന്നീ വിസ്മയത്തെയാ എന്മങ്കേയാ പൊന്മങ്കേ കഞ്ചുകമിളകുന്ന ലാസ്യ നടനം കാണാൻ വിശ്വദിക്കുകളിതാ എൻ മുന്നിൽ അണയുന്നേയാ എന്മങ്കേയാ പൊന്മങ്കേ. ഈ പാട്ട് ശരിക്കും നല്ല വിത്ത് ഓർക്കസ്ട്രയോട് കൂടി പാടുമ്പോഴാണ് അതിന്റെ, പ്രത്യേകിച്ച് അതിന്റെ മൈനസ് ട്രാക്ക് ഇട്ട് പാടുമ്പോഴാണ്. ചെമ്പാവ് കുന്നലിനും കൂടെ ഒന്ന് പാടിത്തരാം. ചെമ്പാവ് കുന്നില്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ മുളകരച്ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടിട്ടെരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ വരിക്കപ്പൊൻ ചക്കയുടെ മടല് കൊത്തി നറുനറെ അരിഞ്ഞിട്ടങ്ങുടച്ചൊരുക്കി തകതിത്തില്ലോ താനിന്നോ താനികതാനിന്നോ പഴം പുളിശ്ശേരി ചാറിൽ പിടിക്കുമ്പോൾ വഴുക്കണ മധുരമാമ്പഴം പോലെ വലയ്ക്കുന്നോളേ.
അപ്പൊ ഒരുപാട് മിക്സ് ചെയ്തിട്ടാ ഞാൻ പാടിയത്. അപ്പൊ ഒരുപാട് സന്തോഷം 24-നൊപ്പം ചേർന്നതിന്. ഈ വിഷുക്കാലത്തെ തിരക്കുകൾക്കിടയിലും 24-നൊപ്പം അല്പനേരം മാറ്റിവെച്ചതിന് ഒരുപാട് സന്തോഷം. വിളിച്ചതിൽ സന്തോഷമുണ്ട്. വീണ്ടും വിഷു ആശംസകൾ, അതേപോലെ പുതിയ പ്രൊജക്ടിനൊക്കെ എല്ലാവിധ ആശംസകളും. നല്ല കണിയൊക്കെ കാണട്ടെ. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.